തൃശൂർ പുതുക്കാട് ആനന്ദപുരത്ത് ജ്യേഷ്ഠൻ അനുജനെ തലയ്ക്കടിച്ചു കൊലപ്പെടുത്തി. ആനന്ദപുരം സ്വദേശി യദുകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. സഹോദരനായ പ്രതി വിഷ്ണുവിനെ പുതുക്കാട് പോലീസ് പിടികൂടി. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് കൊലയ്ക്ക് കാരണം. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, ഏതായാലും സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് ഇവർക്കിടയിൽ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എപ്പോഴായിരുന്നു ഈ ആക്രമണം നടന്നത്? ലക്ഷ്മി, ഇന്നലെ രാത്രി 8:30യോടുകൂടിയാണ് കൊലപാതകം നടക്കുന്നത്. തൃശൂർ പുതുക്കാട്ടെ ആനന്ദപുരത്തെ കള്ളുഷാപ്പിൽ വെച്ചാണ് സംഭവം. ചേട്ടനായ വിഷ്ണു കള്ളുഷാപ്പിൽ മദ്യപിച്ചിരിക്കുന്നതിനിടയിൽ അനുജൻ അവിടെ എത്തുകയും ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും തുടർന്ന് ജ്യേഷ്ഠൻ അനുജനെ തലയ്ക്ക് കള്ളുകുപ്പികൾ കൊണ്ടും വടി കൊണ്ടും അടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് വലിയ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും യുവാവിന് ഉണ്ടായില്ല. തുടർന്ന് ഈ ഷാപ്പിലുണ്ടായിരുന്ന ആളുകളും നാട്ടുകാരും ചേർന്നാണ് യദുവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആശുപത്രിയിലെത്തി രാത്രി 11 മണിയോടുകൂടി തന്നെ ഈ യദുകൃഷ്ണൻ മരിക്കുകയായിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെ പ്രതിയായിട്ടുള്ള വിഷ്ണു ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനുശേഷം ഇയാളെ കണ്ടെത്തുന്നതിനായി പോലീസ് തെരച്ചിൽ നടത്തിയെങ്കിലും രാത്രി കണ്ടെത്താനായിരുന്നില്ല. ഇതിനോടൊപ്പം യദുവിന്റെ മരണം കൂടി സംഭവിച്ചതോടെയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. ഇന്ന് രാവിലെ തന്നെ പ്രതിയെ അടുത്തുള്ള ഒരു പൊന്തക്കാട്ടിൽ ഒളിച്ചിരിക്കുന്ന നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. മാനസിക അസ്വാസ്ഥ്യമടക്കം പ്രതി പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. അതിനുശേഷം ആശുപത്രിയിൽ നിന്നും ഇയാളെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം മാത്രമേ കൊലപാതകത്തിന് പ്രകോപനമായ കാരണം എന്തെന്നുകൂടി പോലീസിന് വ്യക്തമാവുകയുള്ളൂ. ഏതായാലും സഹോദരനെയാണ് പ്രതി കൊലപ്പെടുത്തിയത്. ഇരുവരും ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. ഇവരുടെ പിതാവ് മരിച്ചുപോയതാണ്. ഈ ജ്യേഷ്ഠന് ഭാര്യയുണ്ട്, കുടുംബമുണ്ട്. അതോടൊപ്പം തന്നെ ഇവരെല്ലാവരും ഒന്നിച്ച് ഒരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ കൊലപാതക കാരണം വ്യക്തമാവുകയുള്ളൂ. ലക്ഷ്മി. ലെവിൻ കെ വിജയനാണ് തൃശൂരിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.